നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിലും ശരീരത്തിലും ആത്മാവിലും നാരായണ നാമം നിറയുന്ന ഈശ്വരാധീനത്തിൻ്റെ മറ്റൊരു രാമായണ മാസം കൂടി പിറക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ഭക്തർ കർക്കിടക മാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഈ ഒരു അവസരത്തിൽ 10 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന 10 വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മതി 2 എണ്ണം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കണേ. ഈ രാമായണ മാസം പിറക്കുമ്പം, ഈ കർക്കിടകം പിറക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന 10 വസ്തുക്കളിൽ 2 എണ്ണമെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാനും ഭഗവതിയും എത്തും. ആ വീട്ടിലെ സകല ദോഷ ദുരിതങ്ങളും തീരും. ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ്. ഏറ്റവും സത്യമുള്ള ഈശ്വരാധീനം നിറയ്ക്കുന്ന 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും കേട്ടു നോക്കൂ. നിങ്ങളുടെ ത്രാണിക്കനുസരിച്ച്, നിങ്ങളുടെ പാങ്ങിനനുസരിച്ചുള്ള 2 എണ്ണം നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കൂ. സകല ദോഷങ്ങളും തീർത്ത് വരുന്ന ഒരു വർഷക്കാലം ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിച്ച് സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷമായി നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. നിങ്ങൾ കേട്ടു നോക്കൂ. 10ൽ 2 എണ്ണം, പറ്റുന്ന 2 കാര്യം, ഏറ്റവും കുറഞ്ഞത്. 10ഉം ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, അത് ഏറ്റവും വലിയ ഭാഗ്യം. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചിന്തിക്കുക. 10ൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യൂ, നന്നായി വരും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിനടുത്ത് അങ്ങാടിക്കടയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങിക്കണം കേട്ടോ. പച്ചക്കർപ്പൂരം, സാധാരണ കർപ്പൂരം അല്ല, നമ്മൾ കത്തിക്കുന്ന സാധാരണ കർപ്പൂരം അല്ല, പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ കിട്ടും. അതായത് ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് സംഗതി. ചിലർക്കറിയാം, ചിലർ നിത്യം അത് വീട്ടിൽ ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ കണ്ടിട്ടില്ലാത്തവരുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്ന സാധനം ഇത് നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരിക. അങ്ങാടിക്കടകളിലെല്ലാം കിട്ടും പച്ചക്കർപ്പൂരം. നിങ്ങളുടെ വീട്ടിനടുത്ത് അങ്ങാടിക്കട ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് അല്ല ഓൺലൈനിലോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിക്കണമെങ്കിലും ഇത് കിട്ടുന്നതാണ്. പച്ചക്കർപ്പൂരം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ, ഒരു ബൗളിൽ ആ പച്ചക്കർപ്പൂരം ഇട്ട് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാവുമല്ലോ, വേണ്ട പൂജാമുറി ഇല്ലാത്തവർക്ക് വിളക്കൊക്കെ വെക്കുന്നവരിടം ഉണ്ടാവുമല്ലോ, വീട്ടിൽ നിലവിളക്ക് വെക്കുകയും അല്ലെ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ വെക്കുകയും അല്ലെ വീട്ടിൽ വെച്ചാരാധിക്കുകയൊക്കെ ചെയ്യുന്നിടം, അവിടെ കൊണ്ടുവന്ന് ഒരു ബൗളിൽ ഈ പച്ചക്കർപ്പൂരം വെക്കുക. സകല നെഗറ്റീവ് ഊർജങ്ങളും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. കർക്കിടകം പിറക്കുമ്പം എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ പച്ചക്കർപ്പൂരത്തിൽ നിന്ന് ഒരു നുള്ളല്ലേ ഒരു ചെറിയ കഷ്ണം എടുത്ത് നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ എണ്ണയിലും ഇടുക എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം കേട്ടോ. എല്ലാ ദോഷദുരിതങ്ങളും, നിങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കാൻ വരുന്ന എല്ലാ ദോഷങ്ങൾ, കണ്ണീർ, പ്രാക്ക്, എരിച്ചിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങൾ, ജാതക ദോഷങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട്, നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാനായിട്ട്, ഐശ്വര്യം നിറയ്ക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം പച്ചക്കർപ്പൂരം ഏറ്റവും ശ്രേഷ്ഠമായതും അവിടെ വിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ളതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മഹാവിഷ്ണു ഭഗവാന്റെ, നാരായണൻ്റെ ഒരു ചൈതന്യം വീട്ടിൽ നിറയ്ക്കാൻ ഏറ്റവും ഉത്തമമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, ഉള്ളവരുണ്ടെങ്കിൽ വിട്ടേക്കൂ. അതായത് നമ്മളുടെ വീട്ടിൽ ഈ ഒരു കർക്കിടക മാസം പിറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കർക്കിടക മാസം ആരംഭിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ ഏറ്റവും നല്ല കാര്യമാണ് ശ്രീരാമ പട്ടാഭിഷേക ചിത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ചിത്രം ആയാലും മതി. വീട്ടിലുള്ളവരിത് വാങ്ങണമെന്നില്ല, വീട്ടിലില്ലാത്തവരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനടുത്ത് ചിത്രങ്ങൾ വിൽക്കുന്ന കടകൾ അല്ലെങ്കിൽ അമ്പലത്തിനടുത്തൊക്കെ പൂജാ സ്റ്റോറുകൾ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാർ ഇരിക്കുന്നതായിരിക്കണം, നിൽക്കുന്ന വാങ്ങരുത്, ദോഷമാണ്. ഇരിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി നാരായണന്മാർ ഒന്നിച്ചുള്ള ചിത്രം ഇത് ഈ ഒരു കർക്കിടക മാസം 1-ാം തീയതി കണക്കാക്കി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥാപിക്കുക. പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ വെക്കാം, അതല്ല വിളക്ക് കത്തിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. കൃത്യം കർക്കിടക മാസം 1-ാം തീയതി ഇത് കൊണ്ടുവന്ന് വെച്ച് കത്തിക്കാവുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ഐശ്വര്യമില്ല. ഭഗവാനും ഭഗവതിയും വീട്ടിൽ വന്ന് കയറിയതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം കേട്ടോ.
ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ നേരം തെളിയുന്നുണ്ടെങ്കിൽ മാത്രം, നമ്മളുടെ മനസ്സിൽ അത് തോന്നിക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഞാനിവിടെ പറയുന്നതും നിങ്ങളിത് കേൾക്കാൻ ഇടയായതും ഒക്കെ ആ ഒരു തോന്നലിൻ്റെ ഒരു ഭാഗമായിരിക്കുമെന്നുള്ള, ആ ഈശ്വര നിശ്ചയമായിരിക്കുമെന്നുള്ളതാണ്. കൊണ്ടുവന്ന് വെച്ചാൽ ആ വീട് രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു കർക്കിടകം പിറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ദോഷങ്ങളും ഒരുപാട് കണ്ണീറും പ്രാക്കും എരിച്ചിലും ഒക്കെ കാരണം വല്ലാതെ കിടന്ന് വലയുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് ഒരു ദൃഷ്ടി ബൊമ്മ അല്ലെങ്കിൽ ദൃഷ്ടിമുഖം എന്നൊക്കെ പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചൊന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടണേ. വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് വശത്ത് എവിടെങ്കിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻഭാഗം എങ്ങോട്ടാണ് വരുന്നതോ അവിടെ പ്രധാന വാതിൽ ഒഴിച്ച് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഇത് സ്ഥാപിക്കാവുന്നതാണ്. ഈ കർക്കിടകം പറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. വീടിനേക്കുന്ന എല്ലാ ദോഷങ്ങളും നീങ്ങാൻ ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഇത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ചിട്ട് പറയണം, ദൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൂജിച്ച് തരാൻ പറഞ്ഞാൽ തിരുമേനിക്ക് അറിയാം, നിങ്ങൾ വാങ്ങിക്കൊടുത്താലേ മതി. വാങ്ങിക്കൊടുത്ത് അവിടുന്ന് പൂജിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഈ കർക്കിടകം തീരുന്നതിന് മുമ്പ് ചെയ്താലും മതി. കർക്കിടകത്തിൻ്റെ ആദ്യം ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇത് ചെയ്തുകൊണ്ട് കർക്കിടകത്തിലേക്ക് കടക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും എന്നുള്ളതാണ്. സകല ദോഷങ്ങൾ, ദൃഷ്ടി, പ്രാക്ക്, എരിച്ചിൽ, കണ്ണീർ, നാവുദോഷം, നാവേറുദോഷം, എല്ലാത്തരം ജിഹ്വാദോഷങ്ങളും നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നത് ഇരട്ടി ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ രാമായണ മാസം തുടങ്ങുമ്പം അങ്ങോട്ട് ഐശ്വര്യമായിട്ട് കൊണ്ടുവന്ന് ഇത് വീട്ടിൽ അങ്ങോട്ട് ചാർത്തുക, അതിൻ്റെ ഐശ്വര്യം വീടിന് കിട്ടും. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടോ? ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ എത്രയും വേഗം പോയി ഒരു ജലധാര നടത്തുക. അറിയാമല്ലോ, ശിവന് ജലധാര നടത്താൻ അറിയാലോ. നിങ്ങളുടെ പേരോ ഗൃഹനാഥൻ്റെ പേരോ ഗൃഹനാഥയുടെ പേരോ വീട്ടിലുള്ള ഒരാളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ജലധാര നടത്തുക. ജലധാര നടത്താനായിട്ട് രസീതാക്കി കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ തിരുമേനിയോട് പറയണം ജലധാരയുടെ പ്രസാദം ഒരു പാത്രത്തിലാക്കി തരാനായിട്ട്, അല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കി തരാനായിട്ട്. ചിലർ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ചിലർ കുപ്പി കൊണ്ടുപോയി വാങ്ങാറുണ്ട്. അപ്പം ജലധാരയുടെ ജലപ്രസാദം നിങ്ങൾക്ക് പാത്രത്തിലാക്കി തരുന്നതാണ്, അല്ലെങ്കിൽ കുപ്പിയിലാക്കി തരുന്നതാണ്. അത് ജലധാര നടത്തി കൊണ്ടുവന്ന് കർക്കിടകം പിറക്കുന്നതിന് മുമ്പ് തലേ ദിവസം നിങ്ങളിത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലും മുറ്റമല്ല അടിച്ച്, അല്ലെ വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വീട്ടിലും പുറത്തും അകത്തും എല്ലാം ഒന്ന് തളിക്കുക. ഏറ്റവും നല്ലതാണ് കേട്ടോ. ആ വീട്ടിൽ നിന്ന് രോഗദുരിതങ്ങൾ വിട്ടൊഴിയുമെന്നാണ് പറയുന്നത്. ആ വീട്ടിൽ നിന്ന് എല്ലാ രീതിയിലുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാതെ, മറ്റൊരാൾക്ക് ജീവിതത്തിൽ നമ്മളുടെ ജീവൻ കൊണ്ടൊരു ബുദ്ധിമുട്ടാകാതെ നമുക്ക് ജീവിച്ച് പൂർണ്ണ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘായുസ്സോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ ജീവിച്ച് തീർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. വരുന്ന ഒരു വർഷക്കാലം അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം ഐശ്വര്യം എല്ലാം കിട്ടുന്നതായിരിക്കും. വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇത് ചെയ്യുക വഴി നല്ലത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജലധാര നടത്തി അതിൻ്റെ ജലപ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ തളിക്കുക, തൂത്ത് വൃത്തിയാക്കി ഒരു കർക്കിടകത്തെ വരവേൽക്കുന്നതിന് മുമ്പ് തളിക്കുക എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ രാമായണം ഇല്ലാത്തവർ അധ്യാത്മ രാമായണത്തിൻ്റെ ഒരു പതിപ്പ് നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാനും ഭഗവതിയും 33 ദേവന്മാരും നമ്മളുടെ വീട്ടിൽ വന്ന് കയറുന്നതിന് തുല്യമാണ് കർക്കിടക മാസത്തിൽ, അല്ലെങ്കിൽ കർക്കിടക മാസത്തെ വരവേൽക്കാൻ മുന്നോടിയായിട്ട് പുതിയ രാമായണം വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇത് വീട്ടിലുള്ളവർ വാങ്ങിക്കേണ്ട കേട്ടോ. നിർബന്ധമായിട്ട് പറയുന്നത് ഉള്ളവർക്ക് വേണ്ടിയല്ല പറയുന്നത്, ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഉള്ളവർ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, നിത്യം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. പാരായണം ചെയ്യാതെ ഷെൽഫിൽ തന്നെ വെച്ചിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് അത് കൊണ്ടുവന്ന് വീട്ടിൽ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വയ്ക്കുന്നിടത്തോ വീടിൻ്റെ ഹാളിലോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്ഥാപിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം വീട്ടിൽ രാമായണം ഇല്ലാത്തവരൊക്കെ വാങ്ങുക. നമുക്ക് പല രീതിയിൽ പല വിലയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് പോയിട്ട് നോക്കി ഐശ്വര്യമായിട്ട് വാങ്ങിക്കൊണ്ടുവരിക, വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിൻ്റെ ഉയർച്ച ആ വീടിനുണ്ടാകും. ഈ ഒരു കർക്കിടകത്തെ വരവേൽക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ലക്ഷ്മി വിളക്കാണ്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, തിരുമേനി ലക്ഷ്മി വിളക്ക് വീട്ടിൽ വാങ്ങിച്ച് കത്തിക്കാം. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു, ലക്ഷ്മി വിളക്ക് വീട്ടിൽ കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി വിളക്ക്, നിലവിളക്കിനോടൊപ്പം തന്നെ ലക്ഷ്മി വിളക്ക് കത്തിക്കുക. ആ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ്. വീട്ടിൽ ലക്ഷ്മി വിളക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് എല്ലാ ദിവസവും കത്തിക്കേണ്ട, വെള്ളിയാഴ്ച കത്തിച്ചാൽ മതി. അത് അഷ്ടലക്ഷ്മിമാരുടെ വിളക്കുണ്ട്, ഗജലക്ഷ്മി വിളക്കുണ്ട്, പല രീതിയിലുള്ള വിളക്കുണ്ട്. അപ്പം ഈ ലക്ഷ്മി വിളക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളിയാഴ്ച തോറും കർക്കിടകത്തിൽ കത്തിച്ചങ്ങ് തുടങ്ങുക. വാങ്ങി വെക്കുക. കർക്കിടകം പിറക്കുമ്പം ആദ്യത്തെ വെള്ളിയാഴ്ച കത്തിക്കുക, രണ്ടാമത്തെ വെള്ളിയാഴ്ച കത്തിക്കുക, അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കത്തിച്ചങ്ങ് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളും തീർന്ന് പുതിയൊരു തുടക്കമായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതകൾ സംഭവിച്ച് വല്ലാതെ ജീവിതത്തിൽ കിടന്ന് ഉഴലുന്നവരുണ്ട്. കയ്യിൽ ധനമില്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ലക്ഷ്മി വിളക്ക് വെളിച്ചം വീശും എന്നുള്ളതാണ്. ഈ ഒരു കർക്കിടക സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി വിളക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് കത്തിക്കുക എന്ന് പറയുന്നത്. ഉള്ളവർക്കല്ല, ഉള്ളവർ അവിടെ ഇരുന്നോട്ടെ, ഐശ്വര്യമായിട്ട് നിങ്ങൾ കത്തിച്ച് ഭഗവതിയുടെ അനുഗ്രഹം നേടൂ. ഇല്ലാത്തവർക്ക് ഇതും ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു കർക്കിടകം പറക്കുമ്പോൾ രാമായണ മാസത്തിൽ തുടക്കം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എണ്ണയും തിരിയും ഒരു കാരണവശാലും കർക്കിടക മാസം പിറക്കുന്ന സമയത്ത് പറ്ററുതിയാകരുത്, തീർന്നു പോകരുത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ, തിരി അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെയ്യ് വീട്ടിൽ നേരത്തെ വാങ്ങി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. ചിലപ്പം വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നതായിരിക്കും, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കർക്കിടക മാസത്തിൽ ഒരു ദിവസം നോക്കുമ്പോഴായിരിക്കും എണ്ണയും തിരി അങ്ങ് പറ്ററുതി തീർന്നിരിക്കുന്നത്. അയ്യോ, നാളെ കത്തിക്കാൻ എണ്ണയില്ലല്ലോ, അല്ലെ നാളെ കത്തിക്കാൻ തിരിയില്ലല്ലോ എന്നുള്ളൊരവസ്ഥ വരുന്നത്. ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിനൊരു ഇട കൊടുക്കരുത്, അങ്ങനൊരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇല്ലായ്മയ്ക്കൊരു ഇടം കൊടുക്കരുത് എന്നുള്ളതാണ്. എന്തില്ലെങ്കിലും, ചിലപ്പോൾ തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ആ ഭഗവാന് ഭഗവതിക്ക് വേണ്ടിയിട്ട്, ആ ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും തിരിയും ആവശ്യത്തിന് വാങ്ങി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു ദിവസം പോലും വിളക്ക് മുടങ്ങാതെ ആ എണ്ണയും തിരിയും ഉപയോഗിച്ച് കത്തിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയും തിരിയും കർക്കിടക മാസം തുടങ്ങി തീരുന്നത് വരെ ഉള്ളത് നിങ്ങൾ കത്തിക്കാനായിട്ട്, അതിന് ഇടയ്ക്ക് പോയി വാങ്ങിക്കേണ്ട ഒരു അവസരത്തിന് ഇട കൊടുക്കാതെ വാങ്ങി നിറച്ചു വെച്ചിരിക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് സ്റ്റോക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമായിട്ട്. എല്ലാ ദിവസവും സുഭിക്ഷമായിട്ട് നിങ്ങൾ ആ നിലവിളക്ക് മനസ്സ് നിറഞ്ഞൊന്ന് കത്തിച്ച് നോക്കിക്കേ, അതിൻ്റെ ഗുണം ജീവിതത്തിലുടനീളം ലഭിക്കും എന്നുള്ളതാണ്. അത്രയും സത്യമുള്ള മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. അടുത്തത് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് പനിനീർ അഥവാ റോസ് വാട്ടറാണ്. ഭഗവതി പ്രീതിക്ക്, മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണ് പനിനീർ അഥവാ റോസ് വാട്ടർ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു കഴിയുമ്പം, അല്ലെ കുളിച്ചെല്ലാം വന്ന് പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് കുറച്ച് റോസ് വാട്ടർ വാങ്ങി വെച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ പനിനീർ ജലം വാങ്ങി വെച്ചിരുന്നിട്ട് ആ പനിനീര് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അവിടെ ഒന്ന് തളിക്കണം. ആ കട്ടള ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, പ്രധാന വാതിലിൻ്റെ മുൻഭാഗം, ആ മുൻഭാഗത്തൊന്ന് തളിച്ചു കൊടുക്കണം. മഹാലക്ഷ്മി കടന്നു വരുന്ന വാതിലാണ് ഈ ഒരു പ്രധാന വാതിൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും മൂദേവി ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ഈ പനിനീർ ജലം തളിക്കുന്നതോടുകൂടി പോകുന്നതായിരിക്കും. അപ്പോൾ പനിനീർ അഥവാ റോസ് വാട്ടർ വാങ്ങി വെച്ചിരിക്കുക, അതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല, പറ്റുന്നവർ ചെയ്താൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണ താമരയാണ്. സ്വർണ്ണ താമര എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ താമരയല്ല, സ്വർണ്ണ നിറമുള്ള പല മെറ്റീരിയലിൽ ചെയ്ത് നമുക്ക് കിട്ടും, പല ലോഹങ്ങളിൽ നിർമ്മിച്ച നമുക്ക് കിട്ടും. ഇത് വാങ്ങിക്കൊണ്ടുവരാൻ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ ഈ ഒരു രാമായണ മാസം തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത്. ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ഭാഗത്ത് വെക്കണം. ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ഭാഗത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മഹാലക്ഷ്മി കുടികൊള്ളുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ആ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, തിരുമേനി അപ്പം നോൺ വെജ് ഭക്ഷണമൊക്കെ കഴിക്കാവോ ഇതവിടെ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് കഴിച്ചോളൂ. ആ ഒരു താമര രൂപം അല്ലെങ്കിൽ സ്വർണ്ണ താമര എന്നാണ്
എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് വാങ്ങിക്കൊണ്ട് പല രീതിയിലുള്ള വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലും അല്ല കടകളിലും ഒക്കെ കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് സ്ഥാപിക്കുക. നല്ല ഐശ്വര്യമായിരിക്കും, നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും. ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടില്ല എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല, പണ്ടൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത്. കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി സേവിക്കുക, ഔഷധക്കഞ്ഞി കൂട്ട് വാങ്ങിക്കുക. അങ്ങാടിക്കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അങ്ങാടിക്കടകളിലൊക്കെ ഇപ്പോഴും നമുക്ക് പാരമ്പര്യ രീതിയിൽ തന്നെ കർക്കിടകക്കഞ്ഞി ഔഷധക്കൂട്ട് കിട്ടും. അല്ലാതുള്ള റെഡിമെയ്ഡ് കൂട്ടുകളൊക്കെ ഇപ്പം പല രീതിയിൽ വരുന്നുണ്ട്. എന്തായാലും ആവട്ടെ, എന്തായാലും അത് കിട്ടുന്നവർ അതായിട്ട് നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാത്തവർക്ക് ഏതെങ്കിലും ഔഷധശാലയിൽ നിന്നോ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വരുന്നതായാലും ഔഷധക്കഞ്ഞി വീട്ടിൽ നിർമ്മിച്ച് അല്ലെങ്കിൽ തയ്യാറാക്കി എല്ലാവരും സേവിക്കുക എന്നുള്ളതാണ്. ഇതാണ് 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 10 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. ഇതിനകത്ത് ഒരുപാട് വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 10ഉം ചെയ്യുന്നവർ 10ഉം ചെയ്യുക. അതല്ല 2 ചെയ്യാൻ പറ്റുന്നുള്ളെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വൃത്തിയായിട്ട് ചെയ്യുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ആ വീടിനും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.